بسم الله الرحمن الرحيم. وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون ووفيت كل نفس ما عملت وهو أعلم بما يفعلون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1613 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 69-70 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹാ വവുദിഅൽ കിതാബു വജീഅ ബിന്നബിയ്യീന വശുഹദാ وقضي بينهم بالحق وهم لا يظلمون ووفيت كل نفس ما عملت وهو أعلم بما يفعلون. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 69-70 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പാരത്രിക ലോകത്തിന്റെ മനുഷ്യന്റെ അനുഭവങ്ങളുടെ ആ തുടക്കഘട്ടത്തെയാണ് ഈ രണ്ടായത്തുകളിൽ അള്ളാഹു വിവരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠനവിധേയമാക്കിയ ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന ആ ആളുകൾ അള്ളാഹുവിനെ വേണ്ട വിധത്തില് മനസ്സിലാക്കുകയുണ്ടായിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി എന്ന് പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഭൂമി പൂർണ്ണമായിട്ടും അവന്റെ പിടുത്തത്തിലും ആകാശങ്ങൾ അവന്റെ വലത് കൈയിലായി ചുരുട്ടിയെടുക്കപ്പെട്ട അവസ്ഥയിലുമായിരിക്കും യൗമുൽ ഖിയാമയിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ. അവൻ മഹോന്നതനും യാതൊരു വിധത്തിലുള്ള ശരീക്കുകളുമുള്ള വിധത്തിൽ അത്തരം ന്യൂനതകളൊന്നും ഇല്ലാത്തവനുമാണ്, മഹോന്നതനാണ് എന്നതാണ് തുടർന്ന് അവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് കാഹളത്തിൽ ഊതപ്പെടുന്ന കാര്യം പരാമർശിക്കപ്പെടുകയുണ്ടായി. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്നു. ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരൊക്കെയും തന്നെ അള്ളാഹു ഉദ്ദേശിച്ച, അള്ളാഹു മാറ്റി നിർത്താനും അള്ളാഹു ജീവനുള്ള അവസ്ഥയിൽ തന്നെ തുടരാൻ ഉദ്ദേശിച്ച ആളുകൾ ഒഴികെ എല്ലാവരും തന്നെ മരിച്ചു വീഴുന്നതാണ്. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, പിന്നെ വീണ്ടും കാഹളത്തിൽ ഊതപ്പെടുന്നു. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോഴതാ അവരെല്ലാവരും തന്നെ സശ്രദ്ധം കാര്യങ്ങളെ നോക്കി കാണുന്നവരായിക്കൊണ്ട് എണീറ്റ് വരുന്നു, അല്ലെങ്കിൽ അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നു എന്നാണ് അള്ളാഹു അവിടെ വിവരിക്കുകയുണ്ടായത്. അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലും ഈ രണ്ടായത്തുകൾക്ക് ശേഷം വരുന്ന ഏതാനും ആയത്തുകളിലും ഒക്കെ ആയിട്ട് അള്ളാഹു പ്രതിപാദിക്കുന്നത്. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, കാഹളത്തില് ഊതപ്പെട്ട ആ 3 സംഭവങ്ങള് പല സൂറത്തുകളിലായിട്ട് പരാമർശിക്കപ്പെട്ടല്ലോ. സൂറത്ത് നംലില് ഒരു
നഫ്ഖത്തുൽ ഫസർ എന്ന പേരിൽ വിവരിക്കപ്പെടുന്ന ഒരു കാഹളമൂത്തിന്റെ കാര്യം പരാമർശിക്കപ്പെട്ടത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അത് എല്ലാവരെയും ഭയവിഹ്വലരാക്കുന്ന, വിറകൊള്ളിക്കുന്ന ഒരു സംഭവം. ആരും മരിച്ചു വീഴുന്നൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു വലിയ അത്യാഹിതം സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു ഭയപ്പാട് എല്ലാവരിലും ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാഹളമൂത്താണ്. പിന്നീട് നമ്മൾ ഒന്നാമത്തെ കാഹളമൂത്ത് എന്ന പേരിൽ സാധാരണ പരാമർശിക്കപ്പെടാറുള്ള ആ നഫ്ഖത്തു സാഖ്, എല്ലാവരും മരിച്ചു വീഴാൻ കാരണമാവുന്ന കാഹളമൂത്ത്. പിന്നീടുള്ളതാണ് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഈ കാഹളമൂത്ത്. അപ്പൊ ഈ 3 നഫ്ഖത്തുകളാണ്. മൂന്നാമത്തെ നഫ്ഖത്തിനെ പറയുന്നത് നഫ്ഖത്തുൻ ലി ഖിയാം ലി റബ്ബിൽ ആലമീൻ എന്നോ നഫ്ഖത്തുൽ ഖിയാം ലി റബ്ബിൽ ആലമീൻ എന്ന വിധത്തിലാണ് വിവരിക്കപ്പെടാറുള്ളത്. നഫ്ഖത്തുൽ ഖിയാം ലി റബ്ബിൽ ആലമീൻ, ഉലകങ്ങളുടെ തമ്പുരാന്റെ മുന്നിൽ എല്ലാവരും എണീറ്റ് നിൽക്കുന്നതിന് വേണ്ടിയുള്ള കാഹളമൂത്ത്. ഈ 3 കാഹളമൂത്തുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. ഇവിടെ 2 നഫ്ഖത്തുകൾ മാത്രമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ 2 നഫ്ഖത്തുകളുടെ മുമ്പായുള്ള ആദ്യത്തെ നഫ്ഖത്ത് ഒരു വാണിംഗ് പോലെയുള്ള സംഗതി, അത് നഫ്ഖത്തുൽ ഫസർ എന്നാണ് പരാമർശിക്കപ്പെടാറുള്ളത്. അതിനെ തുടർന്ന് ഈ രണ്ടാമത്തെ കാഹളമൂത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നതാണ് അള്ളാഹു വളരെ പരിമിതമായ വാക്കുകളിലായിട്ട് ഇവിടെ വിവരിക്കുന്നത്. വ അശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ, ഭൂമി അതിന്റെ നാഥന്റെ ചൈതന്യത്താൽ പ്രശോഭിതമാകുന്നു. ഈ രണ്ടാമത്തെ കാഹളമൂത്തിന്റെ അല്ലെങ്കിൽ മൂന്നാമത്തെ കാഹളമൂത്തിനെ തുടർന്ന് എല്ലാവരും ഉയർത്തെണീക്കുന്ന ആ ഘട്ടത്തിലെ ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഭൂമി പ്രശോഭിതമാവുകയാണ്. അശ്റഖത്ത് എന്ന് പറഞ്ഞാൽ ഉദിച്ചുയരുക എന്നാണ് അതിന്റെ ഭാഷാപരമായുള്ള പ്രാഥമികമായ അർത്ഥം. സൂര്യൻ ഉദിച്ചുയരുന്നതിന് പരാമർശിക്കുന്ന കിഴക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. ഷർഖ് എന്ന പദമാണ് അതിന്റെ റൂട്ട് വേർഡ്. അപ്പോ അശ്റഖത്തിൽ അർളു, ഭൂമി പ്രശോഭിതമായി, സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള പോലെയുള്ള ഒരു പ്രഭ പരന്ന വിധത്തിലുള്ള ഒരു ശോഭ ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമിയെ ആവരണം ചെയ്യുന്നു. ബിനൂരി റബ്ബിക, ആ ശോഭയുടെ ഒരു സ്രോതസ് ആ ഭൂമിയുടെ നാഥന്റെ പ്രകാശമാണ്. അള്ളാഹുവിന്റെ പ്രകാശം ഭൂമിയിലാകെ പരക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഭൂമി ദൈവിക ചൈതന്യം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രശോഭിതമായ വിധത്തിൽ വീണ്ടും ദൃശ്യമാകുന്നു അല്ലെങ്കിൽ രംഗത്ത് വരുന്നു എന്ന് നമുക്കതിനെ ഉൾക്കൊള്ളാം. വാശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിക, എന്തിന്റെയും ഉണ്മ സാധ്യമാവുന്നത്, അത് ഒരു സംഗതി ഉണ്ട് എന്നത് വരുന്നത് ദൈവിക പ്രകാശം അല്ലെങ്കിൽ ദൈവിക ചൈതന്യം അതിന് ലഭിക്കുമ്പോഴാണ്. ഭൂമി മറ്റൊരു ഭൂമിയായി പരിവർത്തിപ്പിക്കപ്പെടുന്നു അന്ത്യനാളിൽ എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പരാമർശിക്കുന്നുണ്ട്. മുഴുവൻ ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ മരിച്ചു വീണതിന് ശേഷം ഭൂമി തന്നെ പൂർണ്ണമായും മറ്റൊരു രൂപത്തിലായി പുനരാവിഷ്കരിക്കപ്പെടുന്നു എന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. അങ്ങനെ പുനരാവിഷ്കരിക്കപ്പെടുന്ന ഭൂമി, പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഭൂമി നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലോ സ്വഭാവത്തിലോ ആവാനിടയില്ല. വളരെ വ്യത്യസ്തമായതായിരിക്കും. മാത്രവുമല്ല, ഇക്കണ്ട കാലം അത്രയും ഭൂമുഖത്ത് ജീവിച്ച മുഴുവൻ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന് യോജിച്ച വിധത്തിലുള്ള ഒരു രൂപഘടനയായിരിക്കും അതിനുണ്ടാവുക എന്നാണ് ഖുർആൻ നൽകിയിട്ടുള്ള സൂചന. അതിന്റെ വളരെ പരിമിതമായ വിധത്തിലുള്ള ചില സൂചനകൾ ബാക്കി നമ്മളുടെ ഭാവനക്കും ആലോചനക്കും ഒക്കെ വിട്ടു തന്നിരിക്കുക. അത്രേ
തൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കുന്നുള്ളൂ എന്ന വിധത്തിലാണ് അത് സംബന്ധമായ വിവരണം ഖുർആൻ നൽകുന്നത്. അങ്ങനെ പരിമിതപ്പെടുത്തി മാത്രം അതിനെ ചില സൂചനകളിലൂടെ പരാമർശിച്ചിട്ടുള്ളതിന്റെ ഒരു കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഭാവന അല്ലെങ്കിൽ നമ്മുടെ ആലോചനയിൽ അത്രയൊക്കെ ഉൾക്കൊള്ളാൻ അതിന് സാധ്യതയുള്ളൂ എന്നതാണ്. നമ്മളുടെ ആലോചന അല്ലെങ്കിൽ ഭാവന, അതുപോലെ ചിന്ത, ഇതിനൊക്കെ ചില കണ്ടീഷനിങ് ഈ ഭൂമുഖത്തുള്ള ജീവിതകാലത്തുണ്ട്. നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, കേൾവിക്ക് പരിമിതിയുണ്ട്, അതുപോലെ നമ്മുടെ ചിന്തക്കും അതുപോലെ ആലോചനക്കും ഭാവനക്കും ഒക്കെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും വിശുദ്ധ ഖുർആനില് ചില നമുക്ക് പരിചിതമായ ചില കോൺസെപ്റ്റ്സ് വെച്ചുകൊണ്ട് വളരെ അപരിചിതമായ ആശയങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ഖുർആനിൽ വസിഅ കുർസിയുഹു സമാവാതി വൽ അർള് എന്ന് കാണാം. അവന്റെ അധികാരപീഠം ആകാശഭൂമികളെ ചൂഴ്ന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ ആകാശഭൂമികളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുർസിയെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ ചിത്രം, നമുക്ക് പരിചയമുള്ള കുർസി കസേരകളും ഇരിപ്പിടങ്ങളും സിംഹാസനങ്ങളും ഒക്കെയാണ്. അപ്പൊ അവയെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അധികാരപീഠം ഏത് വിധത്തിലാണ് എന്നത് നമുക്കതിനെ ഒന്ന് പ്രതീകാത്മകമായി ഭാവനയിൽ സങ്കല്പിക്കുക എന്നത് മാത്രമേ സാധ്യമാവുള്ളൂ. യഥാർത്ഥത്തിൽ ആകാശഭൂമികളിൽ വ്യാപിച്ചു കിടക്കുന്ന അള്ളാഹുവിന്റെ അധികാരപീഠം എന്ന് പറയുന്നത് അങ്ങനെ വിവരിച്ചു തരാൻ കഴിയുന്ന, അത് അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലാത്ത, വിവരിച്ചു തരാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. പക്ഷെ ഭാവന സാധ്യമായ ചിന്തയുള്ള ഒരു സ്പീഷീസാണ് മനുഷ്യൻ എന്നതിനാലാണ് അള്ളാഹു ഇങ്ങനെ പ്രതീകാത്മകമായ ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവ സൂചിപ്പിക്കുന്നത്. എന്നാൽ പോലും അവയെ വ്യക്തതയോടുകൂടി നമുക്കൊരു ഗ്രാഫിക് ഷേപ്പില് അങ്ങനെ കൺസീവ് ചെയ്ത് ഉൾക്കൊള്ളുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഒരു ഏകദേശ ചിത്രം നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ലഭിക്കും. അശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ, ഭൂമി പ്രശോഭിതമാവുകയാണ് ആ ഘട്ടത്തിൽ. അത് തന്റെ നാഥന്റെ, പടച്ചതമ്പുരാന്റെ പ്രകാശത്തിലാണ്. അതിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭൂമിക്ക് അതിന്റെ ആ ശോഭ ലഭിക്കുന്നത്. ആ വിധത്തില് ഭൂമി ദൃശ്യമായി മാറുന്നു. ഭൂമി പൂർണ്ണമായിട്ടും മറ്റൊരു രൂപത്തില് പുനരാവിഷ്കരിക്കപ്പെട്ട ആ യൗമുൽ ഖിയാമയിലെ അവസ്ഥയാണ് അല്ലാഹു ഇവിടെ വിവരിക്കുന്നത്. അശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ. ഈ അശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ എന്നതിനെ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ ആംഗിളുകളിൽ വായിച്ചു നോക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രകാശമാണ് ഏക പ്രകാശം. അള്ളാഹു നൂറുസ്സമാവാതി വൽ അർള് എന്നത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ നേരത്തെ വായിച്ചു, സൂറത്തുൻ നൂറിൽ. ഇവിടെ അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം എന്നത് ഈ ഭൂമിയുടെ പ്രശോഭിതമായ അവസ്ഥയെ പരാമർശിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രകാശം അതിലെത്തുന്നില്ലെങ്കിൽ അത് നമുക്ക് ദൃഷ്ടിഗോചരം പോലും ആവുകയില്ല. അള്ളാഹുവിന്റെ ദിവ്യപ്രകാശത്തിന്റെ ചൈതന്യം അതിന് ആവരണം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അത് വരുന്നത് കൊണ്ടാണ് ഭൂമി തന്നെ ദൃശ്യമാവുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോ ഭൂമി പുനരാവിഷ്കരിക്കപ്പെട്ട അവസ്ഥയിൽ അതിന്റെ റബ്ബിന്റെ പ്രകാശ ചൈതന്യം അതിന്റെ മേല് ആവരണം ചെയ്യപ്പെടുന്നു. ഭൂമി ശോഭയാർന്നതായിട്ട് നമ്മുടെ ദൃഷ്ടിയിൽ തെളിയുന്നു. അശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ. ഭൂമി മാത്രമല്ല, നമുക്ക് ആലോചിക്കാവുന്ന, സങ്കല്പിക്കാവുന്ന ഏത് ഓബ്ജക്റ്റിനും ഒരു വിസിബിലിറ്റി ഉണ്ടായി വരുന്നത് പടച്ച തമ്പുരാന്റെ ആ പ്രകാശ ചൈതന്യം അതിൽ പതിക്കുമ്പോഴാണ്. നമുക്കത് ദൃഷ്ടിഗോചരമാവാൻ സാധിക്കുന്ന വിധത്തില് അതിനെ ദൃശ്യതയിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത് അവന്റെ പ്രകാശ ചൈതന്യം അതിന്റെ മേൽ പതിപ്പിച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. വളിയാൽ കിതാബ്, ഒന്നാമത്തെ ഘട്ടം ഭൂമി പുനരാവിഷ്കരിക്കപ്പെട്ട വിധത്തില്
അതിന്റെ ശോഭയാർന്ന പുതിയ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ്. തുടർന്നുള്ള സുപ്രധാനമായ മറ്റൊരു ഘട്ടം വവുദിഅൽ കിതാബു, കിതാബുകൾ, കർമ്മരേഖകൾ ഹാജരാക്കപ്പെടുന്നു എന്നതാണ്. മുഴുവൻ മനുഷ്യരുടെയും അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത വ്യവഹാരങ്ങള്, പെരുമാറ്റം, ഇടപെടല്, പ്രവർത്തനങ്ങള്, സകല സംഗതികളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അവരുടെ കർമ്മ പുസ്തകങ്ങൾ ഹാജരാക്കപ്പെടുന്നു എന്നതാണ്. വിചാരണക്ക് മുമ്പ് അള്ളാഹു ഓരോരുത്തരുടെയും കാര്യത്തിൽ നിർവഹിക്കും എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ കർമ്മ പുസ്തകം ഹാജരാക്കുക എന്ന് പറയുന്നത്. വവുദിഅൽ കിതാബു, കർമ്മ പുസ്തകങ്ങൾ സമർപ്പിക്കപ്പെടുന്നു. വലാഅ എന്ന് പറഞ്ഞാൽ വെക്കപ്പെടുന്നു. ഏകദേശം ഒരു മേശപ്പുറത്ത് ഒരു പുസ്തകം വെക്കുന്നത് പോലെയുള്ള ഒരു വിവരണമാണ്. ഓരോരുത്തരുടെയും മുന്നിൽ അവർക്ക് ദൃശ്യതയുള്ള വിധത്തിൽ, അവർക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന വിധത്തിൽ അവരുടെ കർമ്മ പുസ്തകങ്ങൾ സമർപ്പിക്കപ്പെടുന്നു. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വവുദിഅൽ കിതാബ്. പിന്നെയോ വജീഅ ബിന്നബിയ്യീന വശുഹദാ, അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരും സാക്ഷികളായവരും അവിടെ ഹാജരാക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്ന ഈ 19-ാമത്തെ ആയത്ത് വായിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ 3-ാമത്തെ നഫ്ഖത്തിനെ കുറിച്ച്, കാഹളമൂത്തിനെ കുറിച്ച് മനസ്സിലാക്കി. ആ കാഹളമൂത്തിനെ തുടർന്ന് ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, കണ്ണു മിഴിച്ചുകൊണ്ട് അതാ അവരെണീറ്റ് വരുന്നു എന്നാണല്ലോ അള്ളാഹു വിവരിച്ചിട്ടുള്ളത്. അപ്പൊ കണ്ണു മിഴിച്ച് എണീറ്റ് വരുന്ന എന്ന് പറഞ്ഞാൽ ആ പുനരുത്ഥാനം സംഭവിച്ച് രംഗത്ത് വരുന്ന ആളുകൾ കണ്ണു മിഴിച്ച് നോക്കുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ച ഈ ശോഭയാർന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ദിവ്യ പ്രകാശ ചൈതന്യം ആവരണം ചെയ്തത് കാരണമായി പ്രശോഭിതമായി നിൽക്കുന്ന, ഉദിച്ചുയർന്ന ഭൂമിയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമി അതിന്റെ പുതിയ രൂപത്തില് അവർക്ക് ദൃഷ്ടിഗോചരമാകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉടനെ തന്നെ അവർക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഓരോരുത്തരുടെയും കർമ്മ പുസ്തകങ്ങൾ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കർമ്മ പുസ്തകങ്ങൾ അവരുടെ മുന്നിൽ നിവർത്തി വെക്കപ്പെട്ടതോടുകൂടി അതിനെ തുടർന്ന് വജീഅ ബിന്നബിയ്യീന വശുഹദാ, നബിമാരെയും സാക്ഷികളായവരെയും ശുഹദാ ആയവരെയും ഹാജരാക്കപ്പെടുകയാണ്. മനുഷ്യോൽപത്തി മുതൽ അവസാന കാലം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും കാര്യത്തില് അവർക്ക് ദൈവിക സന്ദേശം നൽകുന്നതിനായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ്, അള്ളാഹുവിന്റെ സന്ദേശവാഹകന്മാരാണ് ഇവിടെ നബിയൂൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു പരാമർശിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഭാഗധേയവും ദൗത്യവും ഏറ്റവും സുപ്രധാനമായതാണ് എന്നത് മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളിൽ വളരെ അടിസ്ഥാനപരമായ ധാരണ അവർക്ക് പകർന്നു നൽകുന്ന ഒരു കാര്യമാണ് പ്രവാചകന്മാര് അവരുടെ ദൗത്യ നിർവഹണത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ജീവിതം ഒരു കളിതമാശയല്ല. അള്ളാഹു നിങ്ങൾക്കൊരു അവസരം തന്നിട്ടുള്ളതാണ്. അതിന്റെ വിജയോപാധികൾ ഇന്നതൊക്കെയാണ്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. മറിച്ചുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള അടിസ്ഥാന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ താക്കീത് ചെയ്യുന്നവരായും അവർക്ക് സന്തോഷ വാർത്ത നൽകുന്നവരായും ആണ് പ്രവാചകന്മാര് ദൗത്യം നിർവഹിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ കാലശേഷം അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ തന്നെയും വേറെ പലയിടങ്ങളിലും അവരുടെ സമൂഹങ്ങളിലൊക്കെ സത്യം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നതിന് സാക്ഷികളായിക്കൊണ്ട് ഒരുപാട് പേരും കടന്നുപോയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയില് നമ്മളൊരു ആയത്ത് നേരത്തെ വായിക്കുകയുണ്ടായി. വകദാലിക ജഅൽനാകും
ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അപ്രകാരം തന്നെ നാം നിങ്ങളെ മധ്യസ്ഥാനീയരായ ഒരു സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങളുടെ കാര്യത്തിൽ സാക്ഷികളാകുന്നതിനായി പ്രവാചകൻ നിങ്ങളുടെ കാര്യത്തിൽ സാക്ഷിയായ പോലെ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ തലമുറയിലെ മുഴുവൻ ആളുകളുടെയും കാര്യത്തില് അവർക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുത്തു എന്നതിനും അവർക്ക് മാതൃകയായി അവർക്കിടയിൽ ജീവിച്ചു എന്നതിനുമുള്ള സാക്ഷിയാണ്. ആ വിധത്തില് മുഴുവൻ ജനങ്ങളുടെയും കാര്യത്തില് അദ്ദേഹത്തിന്റെ പിന്മുറക്കാരായ അനുയായികൾ സാക്ഷികളായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പൊ പ്രവാചകന്മാരാണ് ജനങ്ങൾക്ക് ദൈവിക സന്ദേശം എത്തിച്ചിട്ടുണ്ട് എന്നതിന് സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്നത്. പ്രവാചകന്മാരുടെ ദൗത്യം തുടർന്ന് നിർവഹിക്കുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് ശുഹദാ എന്നിവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ ഷഹീദാണ്, സാക്ഷിയാണ്. എല്ലാ പ്രവാചകന്മാരും ശുഹദാ ആണ്. അത് കൂടാതെ ദൈവിക മാർഗം സ്വീകരിച്ച ആ മാർഗത്തിൽ നിലകൊണ്ടുകൊണ്ട് പ്രവാചകന്മാര് നിർവഹിച്ച ദൗത്യത്തിന്റെ തുടർച്ച നിർവഹിച്ച ആളുകളുണ്ട്. അവരാണ് ശുഹദാ എന്ന വിധത്തിൽ ഖുർആൻ വിവരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. എന്നാൽ അവര് മാത്രമല്ല, ഇവിടെ ഷഹീദ് എന്ന പദം ദൈവിക സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്തു എന്നത് ഉറപ്പുവരുത്തിയ അതിന് സാക്ഷികളായ ആളുകൾ മാത്രമല്ല, മനുഷ്യന്റെ കർമ്മങ്ങളുടെ കാര്യത്തിൽ സാക്ഷിയായവരും. കാരണം അവരുടെ കർമ്മ പുസ്തകങ്ങൾ അവരുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു കഴിഞ്ഞല്ലോ. കർമ്മ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിലെ അവരുടെ കർമ്മങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണല്ലോ. ആ രേഖക്ക് ഒക്കെ അള്ളാഹു സാക്ഷികളെ ഹാജരാക്കുന്നുണ്ട്. വെറുതെ അങ്ങ് പറഞ്ഞു വെക്കുകയോ എഴുതി വെക്കുകയോ അല്ല. അതൊക്കെയും തന്നെ ഡോക്യുമെന്റഡ് ആണ് എന്നതിന് പുറമെ അതിനൊക്കെ തന്നെ വിറ്റ്നസ്സുകളും ഹാജരാക്കപ്പെടുന്നു. മനുഷ്യകർമ്മങ്ങൾക്ക് അവരുടെ സമകാലികര് സാക്ഷികളാണ്. ഭൂമി സാക്ഷിയാണ്. മനുഷ്യന്റെ ശരീരാവയവങ്ങൾ സാക്ഷികളാണ്. മലക്കുകളും ജിന്നുകളും ഒക്കെ സാക്ഷികളാണ്. ജീവജാലങ്ങൾ സാക്ഷികളാണ്. ഭൂമുഖത്തെ ഓരോ പദാർത്ഥവും തന്നെയും ഓരോ തന്മാത്രയും സാക്ഷിയാണ്. അതിനൊക്കെ ഓരോ എലിമെന്റും മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. എന്താണോ സാക്ഷ്യമായിട്ട് ആവശ്യമുള്ളത് അതൊക്കെയും അള്ളാഹു ആ ഘട്ടത്തില് ഹാജരാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവിക സന്ദേശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്തു എന്നതിന് സാക്ഷികളായിട്ട് പ്രവാചകന്മാരും അവരുടെ പാത പിന്തുടർന്ന് ആ ദൗത്യം നിർവഹിക്കാൻ രംഗത്ത് വന്ന മുഴുവൻ ആളുകളും അതിന് സാക്ഷികളായിട്ട് ഹാജരാക്കപ്പെടുന്നുണ്ട്. അതേപോലെ കാര്യങ്ങളെ ഉൾക്കൊണ്ട ശേഷം അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവസരം കിട്ടിയതിന് ശേഷം ഈ ആളുകൾ എങ്ങനെ പ്രതികരിച്ചു, എന്നിട്ട് ഏത് ജീവിത സരണി അവർ പിന്തുടർന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവർ ഭൂമുഖത്ത് നിർവഹിച്ചു, എന്തൊക്കെ പ്രതിഫലാർഹമായ കാര്യങ്ങൾ അവർ ചെയ്തു, എന്തൊക്കെ ശിക്ഷ അർഹിക്കുന്നതായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും തന്നെ അള്ളാഹു സാക്ഷികളെ ഹാജരാക്കുമെന്ന് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ചർമ്മം സാക്ഷിയാകും, അവന്റെ ശരീരാവയവങ്ങളൊക്കെയും സാക്ഷിയാകും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ അവയിൽ പലതും നേരത്തെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സാക്ഷികളെ ഹാജരാക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പ്രവാചകന്മാരെയും അതുപോലെ ശുഹദാനെയും ഹാജരാക്കും. വഖുളിയ ബൈനഹും ബിൽ ഹഖ്, എന്നിട്ട് അവർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ അള്ളാഹു സത്യാധിഷ്ഠിതമായിട്ട് വിധി പ്രസ്താവിക്കും. വഖുളിയ ഖലാ വരും, അവരുടെ കാര്യത്തിലുള്ള ജഡ്ജ്മെന്റ്, അള്ളാഹുവിന്റെ വിധി പ്രസ്താവന നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. യൗമുൽ ഖിയാമയിൽ നടക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്. അവരുടെ കർമ്മപുസ്തകങ്ങൾ ഹാജരാക്കപ്പെടുന്നു, സാക്ഷികൾ ഹാജരാക്കപ്പെടുന്നു. എന്നിട്ട് അവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവരോരോരുത്തരുടെയും
കാര്യത്തിലുള്ള വിധി തീർപ്പ് നിർവഹിക്കപ്പെടുന്നു. വഖുളിയ ബൈനഹും ബിൽ ഹഖ്, അത് തീർത്തും ഹഖ് അനുസരിച്ചുള്ളതാണ്. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യമാണ്, അവകാശമാണ്, അർഹതയാണ്, നീതിയാണ്, ഇതൊക്കെ അടങ്ങിയതാണ് ആ പദം. അപ്പോ വഖുളിയ ബൈനഹും ബിൽ ഹഖ്, ഹഖിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോരുത്തരുടെയും കാര്യത്തിലുള്ള ദൈവികമായ വിധി തീർപ്പ് ആ ദിവസം ഉണ്ടാവുക. വഹും ലാ യുളമൂൻ, അവരാരും തന്നെ ഒരു നിലക്കുമുള്ള അക്രമത്തിനിരയാവുകയില്ല, അനീതി ഏറ്റുവാങ്ങേണ്ടി വരില്ല. അള്ളാഹുവിന്റെ വിധി കടുത്തതായി പോയി, നീതിപൂർവകമായില്ല, അനീതി അടങ്ങിയതായി, സത്യവിരുദ്ധമായി എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഭൗതിക കോടതിയിൽ നമ്മൾ അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. കുറ്റം ചെയ്ത എല്ലാവർക്കും ശിക്ഷ വിധിക്കപ്പെടുന്നില്ല. ശിക്ഷ വിധിക്കപ്പെട്ടവർക്ക് തന്നെ അവരുടെ കുറ്റത്തിന് പ്രപ്പോർഷനേറ്റ് ആവണം എന്നില്ല. പലപ്പോഴും കുറ്റകൃത്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകൾ പോലും ശിക്ഷ വിധിക്കപ്പെടുന്നു, അവർക്ക് എതിരിൽ ശിക്ഷ വിധിക്കപ്പെടുന്നു, അവർ കുറ്റവാളികളാക്കപ്പെടുന്നു. അനന്തമായ കാലം അകാരണമായിട്ട് അവർ തടവറയിൽ അടയ്ക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകള് ഭൗതിക ലോകത്ത് മനുഷ്യരുടെ കോടതികളിൽ സംഭവിക്കുന്ന സംഗതിയാണ്. എന്നാൽ ഇവിടെ കർമ്മപുസ്തകം ഹാജരാക്കപ്പെടുകയും പ്രവാചകന്മാരെയും സാക്ഷികളെയും ഹാജരാക്കപ്പെടുകയും ചെയ്ത ആ ഘട്ടത്തില് അള്ളാഹു അവരുടെ കാര്യത്തില്, ഓരോരുത്തരുടെയും കാര്യത്തില് വിധി പറയാൻ പോകുന്നത് തീർത്തും ഹഖ് അനുസരിച്ചാണ്. ഹഖ് എന്നത് സത്യമാണ്, അർഹതയാണ്, അവകാശമാണ്, നീതിയാണ്. തുടർന്ന് അള്ളാഹു പറയുന്നത് വഹും ലാ യുളമൂൻ, അവര് ആരും തന്നെ അക്രമത്തിനോ അനീതിക്കോ ഇരയാവുകയില്ല എന്നാണ്. ആ നാളിൽ ഒരാൾക്കും എന്തെങ്കിലും വിധത്തിലുള്ള അക്രമം ഏറ്റുവാങ്ങേണ്ടി വരികയോ അന്യായമായിട്ട് എന്തെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയോ ഒന്നും ചെയ്യില്ല. ന്യായവും നീതിയും സത്യവും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിധി തീർപ്പാണ് അന്ന് ഓരോരുത്തരുടെയും കാര്യത്തിൽ അള്ളാഹു നടത്തുക. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് വഉഫിയത്ത് കുല്ലു നഫ്സിൻ, ഓരോ മനുഷ്യനും ഓരോ ആത്മാവും പൂർണ്ണമായി നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ജസാ, അവർക്കുള്ള പ്രതിഫലം, അത് അവരെ ആഹ്ലാദിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലമാവാം, അവരങ്ങേയറ്റത്തെ നിരാശയിലേക്കോ അല്ലെങ്കിൽ വേദനയിലേക്കോ ഒക്കെ എടുത്തെറിയുന്ന വിധത്തിലുള്ള വിധി തീർപ്പോ അല്ലെങ്കിൽ പ്രതിഫലമോ ഒക്കെ ആവാം. വഉഫിയത്ത് കുല്ലു നഫ്സിൻ മാ അമിലത്ത്, ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് അവരെന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്തിട്ടുള്ളത് അതിലെല്ലാം പെടും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള വിധത്തിൽ ഒമിഷൻസും കമ്മീഷൻസും പെടും. ചെയ്ത കാര്യങ്ങളും ചെയ്യാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ വിചാരണക്ക് വിധേയമാവുന്ന കാര്യങ്ങളാണ്. ചെയ്യാൻ കൽപ്പിച്ചത് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചെയ്യാതിരുന്നിട്ടുണ്ടാകും. ചെയ്യരുതെന്ന് കൽപ്പിച്ചത് ചെയ്തിട്ടുണ്ടാകും, ചെയ്യാതിരുന്നിട്ടുണ്ടാകും. ഇതിന്റെയൊക്കെ കാര്യത്തിൽ വിധി തീർപ്പ് നടത്തേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം വരുന്നത്. അതായത് അവർക്കുള്ള പ്രതിഫലം അത് വഫായോടുകൂടിയാണ് നൽകപ്പെടുക. വഉഫിയത്ത്, നേരത്തെ നമ്മൾ മരണത്തെ പരാമർശിച്ചുകൊണ്ട് ഈ പദം, ഇതിന്റെ വേറൊരു രൂപം തവഫ എന്നൊക്കെയുള്ള പദം ചർച്ചയിൽ വന്നിരുന്നല്ലോ ഒരായത്ത് വിശദീകരിച്ചപ്പോൾ. അതേ പദത്തിന്റെ വേറൊരു രൂപമാണ് ഇവിടെ പറയുന്ന വഉഫിയത്ത് എന്ന് പറയുന്നത്. വഫാ എന്നതാണ് അതിന്റെ റൂട്ട് വേർഡ്. തികവ്, പൂർണ്ണത എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അവർക്ക് തികവാർന്ന വിധത്തിലാണ് പ്രതിഫലം നൽകപ്പെടുക. വഉഫിയത്ത് കുല്ലു നഫ്സിൻ മാ അമിലത്ത്, ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം എന്നുള്ള വാക്ക് ഇവിടെ പറയുന്നില്ല. ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങൾ തികവാർന്ന വിധത്തിൽ നൽകപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ സൂചന ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം എന്നതാണ്. കർമ്മങ്ങൾ നൽകപ്പെടാൻ കഴിയില്ലല്ലോ, അത് ഖുർആന്റെ ഭാഷാപരമായ ഒരു ശൈലിയാണ്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ പൂർണ്ണമായും നൽകപ്പെടുന്നു എന്നാണ് ഇവിടെ ഭാഷാപരമായിട്ട് അത്രയേ ഉള്ളൂ.
പക്ഷെ ഒരാൾക്കും അയാളുടെ കർമ്മം നൽകപ്പെടുക എന്നുള്ളത് സാധ്യമായ ഒരു സംഗതിയല്ല. അങ്ങനെ ഇല്ല. കർമ്മങ്ങൾക്ക് അനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തികവാർന്ന പ്രതിഫലം നൽകപ്പെടുന്നു എന്നാണ് ആ വാചകം അല്ലെങ്കിൽ ആ പ്രയോഗം നമുക്ക് നൽകുന്ന അർത്ഥസൂചന. വഉഫിയത്തു കുല്ലു നഫ്സിൻ മാ അമിലത്ത്, ഓരോരുത്തരും, ഓരോ ആത്മാവും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും, നഫ്സിന് ഈ തലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ വ്യക്തിയും അതെന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതിന് തികവാർന്ന വിധത്തിൽ നൽകപ്പെടുന്നു. വഹുവ അലമു ബിമാ യഫ്അലൂൻ, അവരോരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അതിലൊരു വീഴ്ചയും വരില്ല. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം മുതൽ അത് നടപ്പിലാക്കപ്പെട്ട അതിന്റെ വ്യത്യസ്തമായ രീതികള്, അളവ്, അതിൽ ആ ഘട്ടങ്ങളിൽ അയാളുടെ മാനസിക നിലപാടുകള്, അവന്റെ ആറ്റിറ്റ്യൂഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും അത് ഒരു പ്രവർത്തനത്തിനെ ക്വാളിറ്റി ഉള്ളതാക്കുകയോ ക്വാളിറ്റി മങ്ങിയതാക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണത്. ഇപ്പൊ നമ്മള് ഒരു നന്മ ചെയ്യുന്നതില് നമ്മളുടെ പൂർണ്ണമായ മനസ്സും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉള്ള വിധത്തിലാണ് ആ കാര്യം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ക്വാളിറ്റിയും ഇമ്പാക്റ്റും ഒന്നും. അതേ കാര്യം നമുക്ക് തൃപ്തിയില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ക്വാളിറ്റിയും ഇമ്പാക്റ്റും ഒക്കെ വേറൊന്നുമായിരിക്കും. ഇതിനൊക്കെ വ്യത്യസ്തമായ വിധത്തിലാണ് അള്ളാഹു മൂല്യം നിർണ്ണയിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ വിലയിരുത്തൽ, ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ വിലയിരുത്തലില് അത് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും മനോഘടന എങ്ങനെയായിരുന്നു, അവരുടെ നിലപാട് എന്തായിരുന്നു, അവര് അള്ളാഹുവിന്റെ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടാണോ അത് ചെയ്തിട്ടുള്ളത്, ചെയ്യുമ്പോൾ അയാള് പൂർണ്ണമായിട്ടും അതിന് മനസ്സുകൊണ്ട് സന്നദ്ധനായിരുന്നോ, അതല്ല പിറുപിറുത്തുകൊണ്ട് ഇഷ്ടമില്ലാതെ ചെയ്ത കാര്യങ്ങളാണോ, തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിന് തീർച്ചയായിട്ടും ഉണ്ടാവും. വഹുവ അലമു ബിമാ യഫ്അലൂൻ, അവരുടെ കർമ്മങ്ങളെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായിട്ട് അറിയുന്നവൻ, ഏറ്റവും നന്നായി അറിയുന്നവൻ അവനാണല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് ഹക്ക് അടിസ്ഥാനത്തില് വിധി പ്രസ്താവിക്കാൻ കഴിയുന്ന പോലെ ഒരാളുടെയും കർമ്മങ്ങളുടെ കാര്യത്തില് മറ്റൊരാൾക്കും വിധി കൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഓരോ പ്രവർത്തനത്തിന്റെയും ഓരോരുത്തരുടെ അമലിന്റെയും സൂക്ഷ്മമായ സകല തലങ്ങളും അറിയുന്നവൻ അള്ളാഹുവാണ്. മനുഷ്യർക്ക് അത് അത്രത്തോളം അറിയാൻ കഴിയും. ബാഹ്യമായ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് വിധി കൽപ്പിക്കാൻ മനുഷ്യന് സാധിക്കൂ. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. ആന്തരികമായ കാര്യങ്ങൾ വരെ അവനറിയാം. ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ വരെ അവനറിയാം. അതുകൊണ്ട് ഏത് പ്രവർത്തനത്തിനും അതിനെ പ്രതിഫലാർഹമാക്കുന്ന പല ഘടകങ്ങൾ, അതിന്റെ നിയ്യത്ത് മുതൽ, അതിന്റെ എന്തുദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തത്, നമ്മൾ എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത്, അള്ളാഹുവിന്റെ തൃപ്തിയാണോ, അതല്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ, അതല്ല ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തതാണോ, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രവർത്തനത്തിന്റെ ക്വാളിറ്റിയെ നിർണയിക്കുന്നുണ്ട്, അതിന്റെ പ്രതിഫലാർഹതയെ നിർണയിക്കുന്നുണ്ട്. അപ്പോ വഹുവ അലമു ബിമാ യഫ്അലൂൻ, അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് പറയുന്നതിന് ഈ സൂചനകളൊക്കെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ പ്രവർത്തനം പ്രത്യക്ഷത്തിൽ ഒരേ ഇമ്പാക്റ്റ് ആണുള്ളത് എന്ന് വെക്കുക, എന്നാൽ പോലും അതിന് അള്ളാഹു നൽകുന്ന അജറിൽ വ്യത്യാസം ഉണ്ടാവും, അതിന്റെ പ്രതിഫലത്തിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം അള്ളാഹുവിന് ഓരോരുത്തരുടെയും പ്രവർത്തനം അത് നിർവഹിക്കപ്പെടുമ്പോൾ അവരുടെ മനസ്സ് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അള്ളാഹുവിന് അവരുടെ രഹസ്യവും പരസ്യവുമായ കാര്യങ്ങൾ കൃത്യമായിട്ടും അറിയാം. ഒരേ കാര്യത്തിന് ഇപ്പോ നമുക്ക് ഒരു കാര്യം പരിഗണിക്കുകയാണെങ്കിൽ, വളരെ സമ്പന്നനായ ഒരാള് വലിയൊരു തുക ഒരു നല്ല കാര്യത്തിന് വേണ്ടി നൽകുന്നു. വളരെ ദരിദ്രനായ ഒരാള് അദ്ദേഹത്തിന്റെ ഒരുപാട് വേർപ്പൊഴുക്കിയിട്ട് നേടിയിട്ടുള്ള ഒരു സമ്പാദ്യം വളരെ ചെറുതാണ്, അതും അതേ പ്രയത്നത്തിനായിട്ട് നൽകുന്നു. ഇതിന് രണ്ടും ഒരുപോലെയുള്ള പ്രതിഫലമാണ് ഉണ്ടാവുക എന്നത് നമുക്ക് സങ്കല്പിക്കാൻ വയ്യ. അപ്പോ ഈ കർമ്മങ്ങളുടെ ക്വാളിറ്റിയില് ഇപ്പോ ആ സമ്പന്നനായ ആള് ഒരു പക്ഷെ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ആ ധനം നൽകിയിട്ടുണ്ടാവുക. കാരണം അയാളുടെ അടുക്കൽ ആളുകൾ എത്തും,
അയാളോട് ചോദിക്കും. അപ്പൊ അയാൾ എന്തെങ്കിലും കൊടുക്കാൻ നിർബന്ധിതനാകും. രണ്ടാമത് പറഞ്ഞ ആള് ആ ആ പ്രശ്നത്തിന്റെ മെറിറ്റ് മനസ്സിലാക്കിയിട്ട് അയാളുടെ ജീവിതകാല സമ്പാദ്യം, ഒരുപാട് കാലത്തെ പ്രയത്നത്തിന്റെ ഫലമായുള്ള സമ്പാദ്യം തന്നെ എടുത്തുകൊണ്ട് കൊടുക്കുകയായിരിക്കും. ഇപ്പൊ എന്റെ പണത്തിന്റെ ഏറ്റവും നല്ല ഉപയോഗം ഇയാളെ സഹായിക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാവും. ഇത് രണ്ടും ഒരുപോലെ ആവില്ല ഒരിക്കലും. അപ്പോ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം വഹുവ അഅലമു ബിമാ യഫ്അലൂൻ, അവരുടെ അമലുകളെ കുറിച്ച്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ് എന്നാണ്. എന്നിട്ട് ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് വവുഫിയത്തു കുല്ലു നഫ്സിൻ മാ അമിലത്ത്, അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എന്താണോ അതിന് തികവാർന്ന വിധത്തിൽ അവൻ മൂല്യനിർണയം നടത്തി പ്രതിഫലം നൽകുന്നു എന്ന് അള്ളാഹുവിടെ പറയുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സുമറിലെ 69, 70 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. വാസുദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.